കംപ്ലീറ്റ് കാലഘട്ടം സിനിമ അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ കോളേജ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കോളേജ് ലൈഫ് മിസ് ചെയ്തിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ഒരുപാട് മിസ് ചെയ്തു. എവിടെയായിരുന്നു ചെയ്തിരുന്ന ഡിഗ്രി? ഞാൻ സെന്റ് ട്രീസസ് കോളേജിലായിരുന്നു. അവിടെ ഒട്ടും റെഗുലർ അല്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. മാക്സിമം എന്താ പറയുക ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടെ എന്താ പറയുക എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സ് കോളേജിലുണ്ടായിരുന്നു. ആ 3 ഇയേഴ്സിൽ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 30 ദിവസമൊക്കെ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവുള്ളൂ. അത്രയൊക്കെ അറ്റൻഡൻസ് ഉണ്ടാവാറുള്ളൂ. അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ടുണ്ട് പിന്നീട്. പക്ഷെ പഠിത്തത്തിന് ബാധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. പഠിത്തത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ കോളേജിലുണ്ടായിരുന്നു. എനിക്കങ്ങനെ കോളേജിലും അങ്ങനെ കാര്യമായിട്ട് ഫ്രണ്ട്സും അങ്ങനെയൊന്നുമില്ല. സ്കൂളിലുണ്ടായിരുന്നു നല്ല തിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ കോളേജിൽ അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഉള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മീനാക്ഷി എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവളുടെ വീട്ടിലായിരിക്കും ഞാൻ മിക്കവാറും ഈ പഠിക്കാനും കാര്യങ്ങളും. അതെ, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യലൊന്നുമില്ല, പഠിക്കാൻ വേണ്ടി. അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് ഫൈനൽ ഇയറിന്റെ എക്സാം നടക്കുന്ന സമയത്ത് സൂര്യ തേജസ്സോടെ അമ്മ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മ അസോസിയേഷൻ്റെ ഒരു ഷോ. ആ സമയത്ത് ഷോ നടക്കുന്ന സമയത്ത്, ഷോന്റെ റിഹേഴ്സൽസ് നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ഷോ നടക്കുമ്പോൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് ടെൻഷൻ കുറച്ച് 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ഞാൻ പോയി പഠിക്കും. അങ്ങനെയായിരുന്നു. 2 എക്സാം ഞാൻ എഴുതിയത്. കാലിക്കറ്റ് പോയി തിരിച്ചിവിടെ വന്ന് എഴുതി. അന്ന് തന്നെ വൈകുന്നേരം കാലിക്കറ്റ് വീണ്ടും പോകും. അത് കഴിഞ്ഞ് തിരിച്ചു വരും അടുത്ത എക്സാം എഴുതാൻ വേണ്ടി. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ട്രാവൽ ചെയ്തിട്ട്. പഠിച്ചോണ്ടിരുന്നൊക്കെ കാറിൽ വെച്ചിട്ട് ഞാൻ ഇയർഫോൺ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പഠിക്കും. അങ്ങനെ അവള് പറഞ്ഞു തന്നിട്ട് അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദൈവം സഹായിച്ച് പഠിത്തത്തിന് അത് ഇതുവരെ ബാധിച്ചിട്ടില്ല. അപ്പോൾ കോളേജ് ലൈഫ് കഴിഞ്ഞു. ഇനി കുട്ടിക്കാലത്ത് തന്നെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ്. പക്ഷെ അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേരെന്ന് പറഞ്ഞാൽ അതിങ്ങനെ 5-6 പേരൊക്കെ ആയിട്ട് വരും. പക്ഷെ എന്നാലും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളൊരു കുട്ടിയാണ്. ഞാനങ്ങനെ 8th 9th വരെ ഒന്നും അധികം ആരോടും അങ്ങനെ ഭയങ്കര മിങ്കിൾ ചെയ്യാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷെ 9th ഒക്കെ കഴിഞ്ഞ് 10th ഒക്കെ ആയപ്പോഴേക്കും എല്ലാവരുമായിട്ട് ഒരുപാട് സംസാരിച്ച് കളിച്ച് അങ്ങനെ ഭയങ്കര തോന്നിവാസിയായി. 9th കഴിഞ്ഞ് 10th എല്ലാം ആയപ്പോഴേക്കും. സീരിയസ് ആവേണ്ട സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയി. പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ ചെറുപ്പത്തിലെ കുറച്ചും കൂടെ കാമായിരിക്കുന്ന കുട്ടികൾ വലുതാവും തോറും അയ്യോ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ ഇപ്പോഴും ഓർമ്മയുണ്ട് 6th 7th ഓപ്പൺ ഹൗസിന് അമ്മ സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചേഴ്സ് പറയും മീരയുടെ ഓൺ ഒരു വേൾഡിലാണ്, ഡ്രീം വേൾഡിലാണ്. പക്ഷെ നേരെ 10th ഒക്കെ ആയപ്പോൾ നേരെ തിരിച്ചായി പോയി. ഇത്തിരി കുറയ്ക്കാൻ പറയണം, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരു കുട്ടിയാണ്. ഇപ്പോഴും സ്കൂളിലെ ഫ്രണ്ട്സ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എപ്പോഴും നമ്മൾ കോൺടാക്ട്സ് കീപ്പ് ചെയ്യാൻ. ഇപ്പം പലരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് 2-3 പേര് പലരും പല സ്ഥലങ്ങളിലാണ്, UK-ൽ, സ്പെയിനിൽ, അവിടെ ഇവിടെയൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മൾ കോൺടാക്ട് കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ടച്ചിലുണ്ട്. അങ്ങനെ ഇപ്പൊ ഓരോരുത്തർ ഡിസ്പേഴ്സ് ആയി പോകുന്നു. അവർക്ക് ജോലി കിട്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നു. ഞാൻ മാത്രം ഇവിടെയൊക്കെ തന്നെയാണ്. ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ ഭയങ്കര ശത്രുക്കളായിട്ട് ആരും ഇല്ല. പക്ഷെ എന്നാലും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഭാവന എൻ്റെ നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. തൃശ്ശൂർ വന്നാൽ മിക്കവാറും ഭാവനയുടെ വീട്ടിൽ പോകാറുണ്ട്, അവളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും. അല്ലാതെ ഭയങ്കര ക്ലോസസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ആൻ എൻ്റെ ഒരു നല്ല അടുത്ത ഒരു ഫ്രണ്ടാണ്. അതായത് എൻ്റെയും ആൻ്റെയും ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു സിസ്റ്റർ റിലേഷൻ ആവാം, ഇല്ലെങ്കിൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. കാരണം അവളെപ്പോൾ എറണാകുളത്ത് വന്നാലും എൻ്റെ വീട്ടിലുണ്ടാവും. ഞാനിപ്പോൾ കാലിക്കറ്റ് പോകുന്നത് തന്നെ വളരെ കുറവാണ്. പക്ഷെ കാലിക്കറ്റൊക്കെ ഞാൻ പോയാൽ എന്തായാലും അവളുടെ വീട്ടിൽ കയറും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അവള് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു കാര്യങ്ങളും അവളുടെ അടുത്ത് ഒളിച്ചു വയ്ക്കാൻ പറ്റൂല, അവൾക്കൊരു കാര്യങ്ങളും എൻ്റെ അടുത്ത് ഒളിച്ചു വയ്ക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ചേച്ചിയുടെ സ്ഥാനത്താണ് സമൃദ്ധ. സമു ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ ഒരു ചേച്ചി പോലെയാണ്. മിക്കവാറും ഒരു ഫ്രണ്ടിനേക്കാൾ ഉപരി എന്നെ ശാസിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ്. അതെ, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. സോ സമു ചേച്ചിയും അങ്ങനെ നല്ലൊരു ക്ലോസ് ഫ്രണ്ടാണ്. നേരത്തെ ഭാവനയുടെ കാര്യം പറഞ്ഞു. എല്ലാവരും റിമ എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്.
ഓക്കെ, ഇപ്പോൾ ഫിലിമിൽ ഒത്തിരി റോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുല്ലയിലാണെങ്കിലും അല്ലെങ്കിൽ മല്ലു സിംഗ് ആണെങ്കിലും ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എങ്കിൽ കൂടെ മീരയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ? തീർച്ചയായിട്ടും ലച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ മുല്ലയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല പിന്നെ ചെയ്യാനായിട്ട്. ഭയങ്കര ത്രൂ ഔട്ട് മീര എന്ന പേഴ്സണോട് കൂടെ കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു കുറച്ച് വേറെ ക്യാരക്ടേഴ്സും ഉണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ലച്ചിയുടെ അത്രയും ബോൾഡ് ഒന്നും അല്ല ഞാൻ, എന്നാലും ലച്ചിയുടെ പല സ്വഭാവങ്ങളും എൻ്റെ മിക്ക പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള ഒരു നോർമൽ ഗേൾ ആണ് ലച്ചി, നോർമൽ പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ഈ മദ്രാശി എന്ന് പറയുന്ന മൂവിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഭാമ എന്ന് പറയുന്ന ക്യാരക്ടർ. ഭാമ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അവള് നിർത്തില്ല, സംസാരം തുടങ്ങിയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഭയങ്കര ഓവറായിട്ട്. അവളുടെ അച്ഛനെ വരെ അവള് വിരട്ടി നിർത്തുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഭയങ്കര അച്ഛൻ ഇപ്പൊ പറയാണ് നീ ഇറങ്ങിപ്പോടി, ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ അവള് പറയും ഇത് എന്റെ വീടാണ്, അച്ഛൻ ഇറങ്ങി പോകാൻ. അങ്ങനെയുള്ളൊരു ആളാ, അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു ഭാമ. എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ഒരുപാട് നല്ല നല്ല രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സിനിമയിൽ. മദ്രാശി എന്ന് പറഞ്ഞ മൂവി അതിനേക്കാളും ഒക്കെ മേലെയാണ് കേട്ടോ മുല്ല എന്ന് പറയുന്ന മൂവി. ഞാൻ എല്ലായിടത്തും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫിലിം ആവുമ്പോ അതിനൊരു അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ എന്റെ ക്യാരക്ടറും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ലച്ചി എന്ന് പറയുന്ന ക്യാരക്ടർ. ഞാൻ എവിടെ ഏതൊക്കെ സിനിമകള് ഏതൊക്കെ ഭാഷകളിൽ ചെയ്താലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്, ക്യാരക്ടറാണ് ലച്ചി. പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി ലോക്പാലിലെ ഈ ജെയിൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ക്യാരക്ടർ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അത് അവളുടെ ഒരു ബോൾഡ്നെസ് കൊണ്ടിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇഷ്ടമാണ് കേട്ടോ. അവള് എന്ത് ചെയ്താലും അവളുടെ ജോലിയിലുള്ള ഡെഡിക്കേഷൻ കൊണ്ടിട്ട്. ന്യൂസ് റിപ്പോർട്ടറാണ് ജെയിൻ. അപ്പം അതിനെ പറ്റിയിട്ട് അധികം പറയാറായിട്ടില്ല, സിനിമയൊക്കെ റിലീസായി കഴിഞ്ഞിട്ട് ഞാൻ അധികം പറയാം. എന്നാലും ഞാൻ പറയാം, എന്താണ് ഈ ന്യൂസ് റിപ്പോർട്ടർ ആയതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ, എവിടെ വേണമെങ്കിലും കയറി പ്രതികരിക്കുക. അങ്ങനെ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ്, അതായത് കൈക്കൂലി കൊടുക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അപ്പൊ തന്നെ ഫോൺ എടുത്ത് വീഡിയോ എടുക്കുക, അങ്ങനത്തെ പല പല സംഭവങ്ങൾ ഉണ്ട് സിനിമയിൽ. അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പം. അങ്ങനെ മിക്ക സിനിമകളിലും ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ നിൽക്കും, ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ തോന്നും ഈശ്വരൻ ഞാൻ ഈ സിനിമ എന്തിനാണ് ചെയ്തതെന്ന് തോന്നാറുണ്ട്. അങ്ങനെയുണ്ട്. ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സും എൻജോയ് ചെയ്തിട്ടാണ്. അതെ അതെ തീർച്ചയായിട്ടും. മീരനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ലാൽജോ സാറാണ്. സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുവിധം ആക്ട്രസുകൾ എല്ലാവരും, കാവ്യമാധവനാണെങ്കിലും സംവൃത സുനിൽ, എല്ലാവരാണെങ്കിലും എന്താ പറയുക, മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു അസറ്റാണ് തന്നെ പറയാം. അങ്ങനെ ഫസ്റ്റ് മൂവിക്ക് വേണ്ടി ലാൽജോ സാർ അപ്രോച്ച് ചെയ്തപ്പോൾ മീര എന്താ പറയാ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നാവും അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഫീൽ ചെയ്തിരുന്നോ? ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒന്നും ആലോചിച്ചിട്ടും ഇല്ല. സാറ് വിളിച്ചു, പോയി ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ ആക്ച്വലി സാർ തന്നെയല്ല എന്നെ വിളിച്ചത്, എന്നെ വിളിച്ച പൂർണിമ ചേച്ചിയാണ്. പിന്നീട് പൂർണിമ ചേച്ചി വഴി സാറ് വിളിച്ചു. പിന്നെ പോയി ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ക്രീൻ ടെസ്റ്റും കാര്യം മേക്കപ്പ് ടെസ്റ്റും ഒക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സെലക്റ്റഡ് ആണ് എന്നുള്ള കാര്യം പറയണത്. അത് കഴിഞ്ഞിട്ട് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ സെലക്റ്റഡ് ആണ്, ഓക്കെ ഓക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആവുക അങ്ങനെ ഒന്നുമില്ല. എന്നാലും സാറ് ഞാനപ്പോൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടും കൂടി ഇല്ല. ഇങ്ങനെ അയ്യോ ഇത്രയും വലിയ വലിയ നടിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ. പ്ലസ് ടുവിന് പഠിക്കുമ്പോഴല്ല, അപ്പൊ അത്രയും ചിന്തിക്കാനുള്ള ഒന്നും ആയിട്ടില്ല. പിന്നെ ഈ സിനിമയെ പറ്റിയിട്ടൊന്നും അധികം ഒന്നും അറിയില്ല, അതിന്റെയൊക്കെയുള്ള ഒരു ഇതാണ്. ഓക്കെ, ഇപ്പോ വേറെ മലയാളം ഇൻഡസ്ട്രിയിലാണ് തമിഴ് മൂവീസ് ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു 3 പടം ചെയ്തിട്ടുണ്ട് തമിഴില്. ആ ഒരു ഇൻഡസ്ട്രി, തമിഴ് ആ ഏരിയയും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മീരയ്ക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസുകൾ? തമിഴ് എനിക്ക് തോന്നുന്നു കുറെ കൂടെ പ്രൊഫഷണലാണ്. അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ 6 to evening 6 അല്ലെങ്കിൽ രാവിലെ 9 to evening 6 അങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ, നമ്മളൊരു പ്രൊഫഷണൽ ആണുള്ളത് നമുക്ക് തോന്നും. മലയാളം അതെ അതെ നമ്മുടെ ജോലിയാണ് ഇതെന്ന് വിചാരിച്ച് ചെയ്യും. മലയാളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പിക്നിക്ക് പോകുന്ന മൂഡാണ്. നമ്മൾ രാവിലെ പോയി ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരെയൊക്കെ പോകും ഷൂട്ട്. ഭയങ്കര ജോളി ആയിരിക്കും, എല്ലാവരും ഭയങ്കര ചിരിച്ച് സംസാരിച്ച്
അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഷോട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോയിരിക്കുക. ലാംഗ്വേജ് എപ്പോഴെങ്കിലും പ്രോബ്ലം ആയിട്ടുണ്ടോ? ഫസ്റ്റ് പടത്തിൽ മാത്രമാണ് കുറച്ച്, അതും ഫസ്റ്റ് ഒരു 10 ദിവസം മാക്സിമം തമിഴ് പ്രശ്നമായിരുന്നു. പിന്നെയൊക്കെ ഞാൻ തമിഴ് മാക്സിമം പഠിക്കാൻ ശ്രമിച്ചു, പഠിച്ചു. ഇപ്പൊ എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയാം. അവിടുത്തെ ഓഡിയൻസിന്റെ ഒക്കെ അപ്രോച്ച് നമ്മുടെ മലയാളികളെക്കാളും ശരിക്കും വിപരീതമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് അവരിപ്പോ നമ്മൾ സാധാരണ ഒരു എന്താ പറയാ ഓഡിയൻസ് ഒരു ആക്ട്രസിനെ അല്ലെങ്കിൽ ആക്ടറിനെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഓവർ ആയിരിക്കും അവരുടെ റിയാക്ഷൻ. അതിപ്പോ അവരുടെ റിയാക്ഷൻ മാത്രല്ല, നമ്മള് ഇപ്പൊ അഭിനയിക്കുകയാണെങ്കിലും കുറച്ച് ഓവർ ആയിരിക്കണം, എന്നാലേ അവർക്ക് ഇഷ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അവർ ഈ പറഞ്ഞ പോലെ സ്നേഹം ഒരുപാട് പ്രകടിപ്പിക്കുന്ന ആൾക്കാർ. അതിപ്പോ എനിക്ക് തമിഴന്മാര് പൊതുവെ അങ്ങനെയാണ്. മൂല്യയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ ഓരോ ആൾക്കാര്, പഴനിയിലാണ് ഷൂട്ട് ഉണ്ടായിട്ടുള്ളത്, അവിടെ തമിഴന്മാര് നമ്മൾ ഈ സ്റ്റേഷനിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്ന, റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ഉണ്ടായ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ട്രെയിനിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഞാൻ ആരാന്നും കൂടെ അറിയൂല. അവര് വന്നിട്ട് ഹീറോയിൻ ആണെന്ന് ആരോ പറഞ്ഞിട്ട് അവര് 100 രൂപയുടെ നോട്ടൊക്കെ കൊണ്ടുവന്നിരിക്കുക ഓട്ടോഗ്രാഫ് എഴുതിക്കാൻ. അങ്ങനെയൊക്കെ വലിയ വലിയ, അത് ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ പേഴ്സ് ഓർക്കുമ്പോൾ ഭാവനയുടെ ഒക്കെ പടം. അങ്ങനെ ഭയങ്കര അന്ധമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്. മലയാളം ഓഡിയൻസിൽ അങ്ങനെ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? മലയാളം ഓഡിയൻസിൽ ഇതിൽ നേരെ വിപരീതമായിട്ട് ഒരുപാട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മലയാളം ഓഡിയൻ ആയതുകൊണ്ട് തന്നെ പറയാണ്, അധികം അങ്ങനെ പ്രകടിപ്പിക്കാത്ത ആൾക്കാരാണ്. അധികം നല്ല ഒന്നും തന്നെ. ഇപ്പൊ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയും അല്ലാതെ ഒന്നും തന്നെ. നമ്മളിപ്പോ ഏതെങ്കിലും ആക്ടറിനെയോ ആക്ട്രസിനെയോ കണ്ടു എന്ന് വെച്ചാൽ പുറത്ത് വെച്ചിട്ട് ഒരു തമ്മിൽ പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ദേ മീരാനന്ദൻ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പണ്ട് എവിടെ ഷീമാട്ടി അവിടെ എവിടെയോ എറണാകുളത്ത് ഏതൊരു കടയിൽ എന്തോ പോയപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, അവിടെ നവ്യ നായർ നിൽക്കുന്നുണ്ട്. നീ ഓർമ്മ ഞാൻ ഓക്കെ നിന്നോട്ടെ ഇനിയിപ്പോ എന്താ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് അവരങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവര് തമ്മിൽ പറയുന്ന കേൾക്കാം, ദേ മീരാനന്ദൻ, അവളല്ലേ അതിനെന്താ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മള് എല്ലാവരും മലയാളികളാണെങ്കിൽ കൂടെ പക്ഷെ ചിലരെന്നാലും ഭയങ്കര ഈഗോ ഉള്ള ആൾക്കാരാണ്. അവര് തന്നെ വന്നിട്ട് സംസാരിക്കാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഞാൻ മലയാളി ആയതുകൊണ്ട് തന്നെ പറയാണ്, ഞാനും അങ്ങനെ ഒക്കെ തന്നെയാണ്, ഒരു ചെറുങ്ങനെ എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒത്തിരി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓഡിയൻസിന്റെ അപ്രോച്ച് ഒക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഓഡിയൻസിന്റെ അപ്രോച്ച് എനിക്ക് തോന്നുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ പറ്റില്ല, മിക്ക ആർട്ടിസ്റ്റിനും പറയാൻ പറ്റും. കേരളത്തിലുള്ള ഓഡിയൻസിനെക്കാട്ടിലും പ്രതികരിക്കുന്ന ആൾക്കാരാണ് ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ. അവര് നമ്മളിപ്പോൾ സ്റ്റേജിൽ വെച്ചിട്ട് പാടുമ്പോഴോ ഡാൻസ് ചെയ്യുമ്പോഴോ